അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ അങ്ങനെ 1 ലക്ഷം സബ്സ്ക്രൈബർ തികഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് എന്തായാലും കുറേ ദിവസം കൊണ്ട് നമ്മൾ വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് 1 ലക്ഷം സബ്സ്ക്രൈബർ തികഞ്ഞത്. തുടർന്നുള്ള നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എന്തായാലും ഉണ്ടായേ പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു പുളി ഇഞ്ചി ഉണ്ടാക്കാം. അപ്പൊ അമ്മ ഇവിടെ ഇഞ്ചി ഇതാ ചെത്തി എടുക്കുകയാണ്. ഇത് എത്ര ഇഞ്ചി ഉണ്ടമ്മ? 250. അപ്പോൾ നമ്മൾ പുളി ഇഞ്ചിക്ക് വേണ്ട സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 250 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ മുളക് എടുത്തിട്ടുണ്ട്, ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, 1 കഷ്ണം ചെറിയ കഷ്ണം ശർക്കര, ചെറിയ കഷ്ണമാണ്, 1 പോയിന്റ് അത് ശകലം ചേർത്ത് കൊടുക്കണം, 4 പച്ചമുളക് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്, 15 ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 3-4 കറിവേപ്പില. അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക, പച്ചമുളകും കൂടെ ചേർത്ത് തരട്ടിയെടുക്കുക. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ നോക്കിയിട്ട്. മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക 1 പോയിന്റ്, 2 സ്പൂൺ മുളക് പൊടി ചെറിയ സ്പൂണിന്, കായപ്പൊടി ചേർത്ത് കൊടുക്കാം, ഇതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പൊ കലക്കി വെച്ചിരിക്കുന്ന പുളിയെ ചേർത്ത് കൊടുക്കുക. അപ്പൊ നന്നായിട്ട് തീയിട്ട് നല്ലതായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു. ഇപ്പൊ 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ആയതുകൊണ്ട് നല്ല ഉപ്പും പുളിയും എരിവും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്, എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുക. അപ്പൊ അമ്മ ഉണ്ടാക്കിയ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കുക. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.